2021 നവംബർ 24 തമിഴ്നാട്ടിലെ തേനി എന്ന ജില്ലയിലെ ആണ്ടിപ്പട്ടി എന്ന സ്ഥലത്ത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ് സെൽവി എന്ന 43 വയസ്സുള്ള ഒരു പെണ്ണ്. ഇവർക്ക് കല്യാണമായിട്ട് 2 കുട്ടികളുണ്ട്. എന്നിരുന്നാലും ഇവർ രണ്ടുപേരും ഒന്നിച്ചല്ല താമസിക്കുന്നത്. രണ്ടുപേരും വെവ്വേറെയാണ് താമസിക്കുന്നത്. സെൽവി താമസിക്കുന്നത് ആണ്ടിപ്പട്ടി എന്ന സ്ഥലത്താണ്. സെൽവിയുടെ ഭർത്താവായിട്ടുള്ള സുരേഷ് താമസിക്കുന്നത് ഡിണ്ടിക്കൽ എന്നുള്ള ഒരു സ്ഥലത്താണ് കുട്ടികളുടെ ഒപ്പം. അങ്ങനെ പണി കഴിഞ്ഞ് കാറ്ററിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് സുരേഷ് എപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്റെ ഭാര്യ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സേഫ് ആയിട്ട് വീട്ടിലേക്ക് വന്നോ എന്ന് എപ്പോഴും രാത്രി വിളിച്ചു നോക്കാറുണ്ട് സുരേഷ്. അങ്ങനെ ഒരു ദിവസം വന്നിട്ട് സുരേഷ് രാത്രി തന്റെ ഭാര്യയെ ഫോണിൽ വിളിക്കുകയാണ്. കുറെ നേരമായിട്ടും ഫോൺ തീരെ എടുക്കാത്തത് കൊണ്ട് തന്നെ ആണ്ടിപ്പട്ടിയിലുള്ള കുറച്ച് തന്റെ ബന്ധക്കാരെ വിളിക്കുകയാണ്. എന്നിട്ട് സെൽവിയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോ ഈ റിലേറ്റീവ്സ് ഉണ്ടല്ലോ, ഈ ബന്ധക്കാര് ഇവര് നേരെ സെൽവി താമസിക്കുന്ന ആ ഒരു റൂമിലോട്ട്, ആ ഒരു വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുന്ന അവർക്ക് കുറെ നേരം അവർ അവിടെ സെൽവി എന്ന് അവരവിടെ കുറെ നേരം പുറത്തു നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ കുറെ നേരമായിട്ടും ഉള്ളിൽ നിന്ന് യാതൊരു അനക്കമോ യാതൊരു ശബ്ദമോ ആരും തന്നെ ഡോർ തുറന്ന് വരികയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ അവർ ഒരു ജനാല വഴി ഉള്ളിലോട്ട് നോക്കുന്ന സമയത്താണ് സെൽവിയുടെ സാരി നിലത്തിൽ ചോരപ്പുരണ്ട സാരിയായിട്ട് കിടക്കുന്നത് ഈ റിലേറ്റീവ്സ് കാണുന്നത്. അങ്ങനെ ഭയം തോന്നിയിട്ട് ഇവർ പോലീസിനെ വിളിക്കുകയാണ്. അങ്ങനെ സംഭവ സ്ഥലത്തേക്ക് പോലീസ് വന്നിട്ട് പോലീസ് ആ ഡോറ് ചവിട്ടി തുറന്നിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് പോയി അപ്പോ ഇത് ഒരു ക്രൈം തന്നെയാണ് എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസുകാർ അവിടെ ചെയ്യുന്നത്. അപ്പോ പോലീസുകാർക്ക് ഇതിൽ നിന്നൊരു ക്ലൂ കിട്ടുകയാണ്. അങ്ങനെ പോലീസുകാർക്ക് കിട്ടിയ ആ ഒരു ക്ലൂ 150, അതായത് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന 150 പേരുടെ തലവിധി മാറ്റി എഴുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 150 പേരുടെ കുടുംബക്കാര് തന്നെ ഇവരെ ഉപേക്ഷിക്കുന്ന ഒരു മട്ടിലേക്കാണ് വന്നത്. ഇവരെ തന്നെ കുറ്റക്കാരാണെന്ന് പറഞ്ഞ് ഒരു പുറന്തള്ളുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ലാസ്റ്റ് വന്നത്. ഇവരെ കൊണ്ടും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എങ്ങനെയാണ് ആ 150 പേർക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഈ 150 പേര് ഈ സെൽവിയുടെ മരണത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? സെൽവിക്ക് അന്നത്തെ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? പോലീസുകാര് ആ കില്ലറെ പിടിച്ചോ? അവസാനം എന്താണ് സംഭവിച്ചത്? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേനിയിലുള്ള സെൽവിയുടെ ക്രൈമിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ വാടാനപ്പള്ളി. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഡോറൊക്കെ ചവിട്ടി തുറന്ന് പോലീസുകാര് ആ ഒരു വീടിന്റെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ചോരയുടെ പച്ച മണം അവർക്ക് അടിക്കുകയാണ്. ചോരയുടെ മണമുള്ളത് കൊണ്ട് തന്നെ, ചോര തളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചിലരിൽ വാമിറ്റ് വരികയാണ്. അതുമാത്രമല്ല, ഡെഡ് ബോഡി വലിച്ച് ഒരു റൂമിലോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു പാടും പോലീസുകാർ കാണുകയാണ്. അപ്പോ പോലീസുകാര് ആ റൂം വലിച്ച് ഡെഡ് ബോഡി വലിച്ചു കൊണ്ടുപോയ റൂം തുറന്നു നോക്കുന്ന സമയത്താണ് അവിടെ ശരീരത്തിൽ ഒരു തുണി പോലും ഇല്ലാതെ ഈ 43 വയസ്സുള്ള സെൽവി എന്ന പെണ്ണ് ആ റൂമിൽ മരിച്ചു കിടക്കുന്നതാണ് പോലീസുകാർ കാണുന്നത്. അപ്പൊ പോലീസുകാര് അപ്പൊ തന്നെ പറയുകയാണ്, അപ്പൊ ഹാളിൽ നിന്ന് സെൽവിയെ കൊന്നതിന് ശേഷം ആ റൂമിലോട്ട് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും. അപ്പോ വേറെ ഏതെങ്കിലും രക്തക്കറകളോ കൈപ്പാടുകളോ ചുമരിലോ എന്തെങ്കിലും ഉണ്ടോ നോക്കാമെന്ന് എന്ന് പറഞ്ഞിട്ട് പോലീസുകാര് ചുറ്റും വീടിന്റെ ഉൾവശം ചുറ്റും നോക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പാടുകളോ രക്തക്കറകളോ ചുമരിലോ ഒന്നിലുമില്ല. ഈ ഒരു ഹാളും ഈ ഒരു റൂമിലും മാത്രമാണ് ഉള്ളത്. ഈ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയുടെ അടുത്തൊക്കെയാണ് ഈ ഒരു ചോരകൾ ഉള്ളത്. അപ്പൊ പോലീസുകാരെ പറയുകയാണ്, ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ കില്ലർ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടാകും. ഗ്ലൗസ് ഇട്ടത് കൊണ്ടതായിരിക്കും ഈ ഒരു പാടുകളൊന്നും ഇല്ലാത്തത് എന്ന് പോലീസുകാര് അവിടെ തന്നെ വിശദീകരിക്കുകയാണ്. അപ്പോ സെൽവിയുടെ ബോഡിയിലുള്ള ഈ മുറിവുകളൊക്കെ പോലീസുകാർ നോക്കുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ള ആരെങ്കിലും ആയിരിക്കും ഈ ഒരു ക്രൈം ചെയ്തിട്ടുള്ളത് എന്ന് പോലീസ് വിശദീകരിക്കുകയാണ്. പക്ഷെ എല്ലാ കില്ലർക്കും ഇടയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള വിഷയം എന്താണെന്ന് അറിയാമോ? അത് കൊല ചെയ്യുന്ന സമയത്ത്, ക്രൈം ചെയ്യുന്ന സമയത്ത് അവർക്ക് വരുന്ന ഒരു വെപ്രാളമാണ്.
അങ്ങനെ വെപ്രാളം വരുന്ന സമയത്ത് അവൻ കുറെ മിസ്റ്റേക്കുകൾ അവിടെ ചെയ്യും. ആ മിസ്റ്റേക്കുകളൊക്കെ പോലീസുകാർക്ക് എവിഡൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു കില്ലർക്ക് കൊല ചെയ്യുന്ന സമയത്ത്, ക്രൈം ചെയ്യുന്ന സമയത്ത് ആ വെപ്രാളം ഇല്ലെങ്കിലും ക്രൈം ചെയ്തതിന് ശേഷം വെപ്രാളം വരികയാണ്. ആ ഒരു വെപ്രാളത്തിൽ രക്തത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോയിട്ട് അവന്റെ കാൽ രേഖ അവൻ അടയാളപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോ ഫോറൻസിക് ടീം ഇത് കളക്ട് ചെയ്യുകയാണ്. സെൽവിയുടെ ബോഡി അട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുകയാണ്. അട്ടോപ്സി റിപ്പോർട്ട് വന്നത് ഇങ്ങനെയാണ്: മരിക്കുന്നതിന് മുമ്പ് സെൽവിയെ കഴുത്തിന് ബാക്കിൽ, അതായത് സെൽവി എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ പുറം ഭാഗത്ത് കത്തിക്കൊണ്ട് ആഴത്തിൽ കുത്തിയതാണ് മരണകാരണം എന്നാണ് അട്ടോപ്സി റിപ്പോർട്ട് വന്നത്. അതുമാത്രമല്ല, അത് മരിക്കുന്നതിന് തൊട്ട് ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഈ സെൽവി എന്ന പറഞ്ഞ പെണ്ണും വേറെ ആരോ കൂടെ സെക്ഷൽ അഫെയറിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വന്നത്. അപ്പോ ഈ ഒരു ക്രൈം ചെയ്തിരിക്കുന്നത് സെൽവിയെ നന്നായി അറിയുന്ന ഒരാളാണെന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തുകയാണ്. അപ്പോ സെൽവിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു 3.5 പവൻ മാല അപ്പോ സെൽവിയുടെ ബോഡിയിൽ കാണാനില്ല. അപ്പോഴാണ് പോലീസുകാർക്ക് സംശയം കൂടുതലാകുന്നത്. ഒരു പക്ഷെ ഇതൊരു മോഷണത്തിന്റെ ഇടയിൽ നടന്ന കൊലപാതകമാണെങ്കിലോ എന്ന് പല ആംഗിൾ വഴി പോലീസുകാര് ആലോചിക്കുകയാണ്. അപ്പോ പോലീസ് വന്നിട്ട് ഈ സെൽവിയുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത്, ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് ആർക്കും ഒന്നും അറിയില്ല എന്നാണ് അയൽവാസികളായ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോ പോലീസ് പോയിട്ട് സുരേഷ് ആയിട്ടുള്ള ഭർത്താവിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഭർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ തമ്മിൽ പല വർഷങ്ങളായിട്ട് വലിയ ബന്ധം ഒന്നുമില്ല, വെറും ഫോൺ കോളിൽ മാത്രമാണ് ഞങ്ങളുടെ ബന്ധം നിന്നിരുന്നത് എന്നാണ് സുരേഷ് പോലീസുകാരോട് പറഞ്ഞത്. അപ്പോ ഈ ഒരു കേസിന്റെ അടുത്തടുത്ത അന്വേഷണത്തിലാണ് പോലീസിന് വലിയൊരു തലവേദന വരുന്നത്. കാരണം പോലീസും നാട്ടുകാരും ഇതുവരെ വിചാരിച്ചിരിക്കുന്നത് ഇത് മോഷണത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നാണ് പോലീസ് വിചാരിച്ചിരിക്കുന്നത്. ഈ സെൽവി എന്ന് പറഞ്ഞ പെണ്ണിന്റെ റിലേറ്റീവ് ബന്ധക്കാരൊക്കെ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ഇവൾക്ക് നീതി വേണം എന്നുള്ള രീതിയിൽ വർത്തമാനം പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. പക്ഷെ പിന്നീട് നടന്ന ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം, അതായത് എങ്ങനെയാണ് സെൽവി മരണത്തിലേക്ക് പോയത് എന്ന് ആ കാര്യം അറിഞ്ഞതിന് ശേഷം സെൽവിയുടെ ബന്ധക്കാരാണ് എന്ന് പുറത്തു പറയാൻ നാണക്കേടായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താണെന്നല്ലേ, പോലീസുകാര് സെൽവിയുടെ വീട് ഫുള്ളായിട്ട് അരിച്ചു പെറുക്കുന്ന സമയത്ത് 500 കോണ്ടത്തിന്റെ പാക്കറ്റാണ് പോലീസുകാർക്ക് അവിടെ നിന്ന് ലഭിച്ചത്, അതും യൂസ് ചെയ്തത്. അപ്പോഴാണ് ജനങ്ങൾക്കും പോലീസുകാർക്കും ഈ ഒരു സെൽവി നേഴ്സിന്റെ ജോലി ചെയ്യാതെ വേറെ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് അപ്പോഴാണ് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നത്. അതുമാത്രമല്ല, ഈ സെൽവി എന്ന് പറയുന്ന പെണ്ണിന്റെ ഫോണിൽ തന്നെ കുറെ അധികം തെളിവുകളുമുണ്ട്. 300-ൽ അധികം ആളുകളുടെ കോണ്ടാക്ട് ലിസ്റ്റാണ് ഈ ഒരു സെൽവി എന്ന് പറയുന്ന പെണ്ണിന്റെ ഫോണിൽ കോണ്ടാക്ട് സേവ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ആ 300 പേരെയും വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയാണ് പോലീസ്. ആ ഒരു 300 പേരിൽ 150 പേര് സെക്ഷുവലായിട്ട് ഈ സെൽവി എന്ന് പറയുന്ന പെണ്ണിന്റെ കൂടെ സെക്ഷുവലായിട്ട് ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ തെളിയുകയാണ്. അതിൽ പണക്കാരുമുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റീഷ്യൻ ഉണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ കലർന്നതാണ് ഈ 150 പേര്. ഒരു പക്ഷെ കില്ലറ് പണിക്ക് പോകുന്ന ആളായിരിക്കാം, ഇല്ല ഡോക്ടർ ആയിരിക്കാം, പൊളിറ്റീഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ദിനം ദിനം പാല് കൊടുക്കുന്ന പാൽക്കാരനാവാം, അല്ലെങ്കിൽ പത്രമിടുന്ന ആളാവാം. അങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറെ അധികം ട്വിസ്റ്റുകളുള്ള ഒരു കേസായിരുന്നു ഇത്. ഈ വന്ന ഈ 150 പേരുടെ കാൽരേഖയൊക്കെ വെച്ചിട്ട് അതിനോട് മാച്ച് ആവുന്നുണ്ടോ നോക്കിയിട്ടൊന്നും ആരോട് കാൽരേഖൊന്നും മാച്ച് ആവുന്നില്ല. അപ്പോ ഇതിലും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയാണ് പോലീസുകാര്. അപ്പോ ഇവരൊക്കെ ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് തന്നെ തനിച്ച് വിളിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിലും പോലീസ് ഇത് എങ്ങനെയൊക്കെയോ ഇവരുടെ വീട്ടിലുള്ള ആൾക്കാരെ അറിഞ്ഞ്, ഭാര്യമാരെ അറിഞ്ഞ്, അങ്ങനെ ഈ 150 പേർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം. നമ്മളിപ്പോൾ ഒരു പെണ്ണിനായിട്ട് ഒരു അഫെയർ നടത്തി കഴിഞ്ഞിട്ടും നമ്മളുടെ കൂട്ടുകാരായാലും നാട്ടുകാരായാലും എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിൽ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയ്ക്ക് ഇവര് ശരിക്കും പോവുകയാണ് ഈ 150 പേര്. അപ്പോ ഇൻവെസ്റ്റിഗേഷനൊക്കെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഡിസംബർ 10-ാം തീയതി, അതായത് ഈ സംഭവം നടന്നിട്ട് 15 ദിവസത്തിന് ശേഷം
ഒരു പെണ്ണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് എന്റെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് ഒരു പെണ്ണ് വന്നിട്ട് പരാതിപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് 34 വയസ്സുള്ള രാമചന്ദ്ര പ്രഭു എന്ന വ്യക്തി നമ്മളുടെ ലിസ്റ്റിൽ, അതായത് നമ്മളെ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പോലീസുകാരോട്, കോൺസ്റ്റബിളോട് മെയിൻ ആയിട്ടുള്ള പോലീസ് ചോദിക്കുകയാണ്. അപ്പൊ അവരും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ ഈ മൂപ്പരുടെ പേരുണ്ട്. ഏത്? ഈ രാമചന്ദ്ര പ്രഭു എന്നുള്ള ഒരു വ്യക്തിയുടെ പേരുണ്ട്. ഒരു ദിവസത്തിന് മുമ്പ്, അതായത് ഡിസംബർ 9-ാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതെന്നും, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല, വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പർ പോയിട്ടുമുണ്ട്. ഇതിന്റെ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഈ പ്രഭു എന്ന് പറഞ്ഞ വ്യക്തി മിസ്സിംഗ് ആയിരിക്കുകയാണ്. അപ്പോ എല്ലാ പോലീസും ഈ പ്രഭു എന്ന് പറയുന്ന വ്യക്തിയെ അന്വേഷിക്കുവാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഈ പ്രഭുവിന്റെ ഭാര്യയുടെ അടുത്ത് ഈ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, ഈ പ്രഭുവും സെൽവിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പല രഹസ്യങ്ങളും ഈ ഭാര്യ പോലീസുകാരോട് തുറന്നു പറയുന്നത്. അതായത് 10 വർഷത്തിന് മുന്നേ ഒരു ഹോസ്പിറ്റലിൽ ഇവര് രണ്ടുപേരും നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഈ പ്രഭുവും സെൽവിയും നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമ്പനിയായി അഫയറിലേക്ക് അവർ പോവുകയാണ്. അങ്ങനെ പ്രഭു കുറെ അധികം പണം ഈ സെൽവി എന്ന് പറയുന്ന പെണ്ണിന് കൊടുക്കുകയാണ്. ചുമ്മാതല്ല പണം കൊടുക്കുന്നത്, അവർ രണ്ടുപേരും സെക്ഷൽ അഫയറിൽ നിന്നാൽ മാത്രമാണ് പണം കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ കുംഭം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്ക് ഈ പ്രഭു എന്ന് പറയുന്ന വ്യക്തി ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയിട്ടും പ്രഭു എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് സെൽവിക്ക് പണ ഇടപാടുകൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലം പോകുന്ന പോക്കിന് സെൽവി എന്ന് പറയുന്ന പെണ്ണിനെ പ്രഭു എന്ന് പറയുന്ന വ്യക്തിയെ ബോറടിക്കുകയാണ്. അങ്ങനെയാണ് ആ കോണ്ടാക്ട് ലിസ്റ്റിൽ ആണുങ്ങളുടെ നമ്പറുകൾ നിറയാൻ തുടങ്ങുന്നത്. നേഴ്സുമാരെ നമ്മൾ മാലാഖമാരെ എന്ന് വിളിക്കും അല്ലെ? അത്രയും നല്ലൊരു ജോലിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഈ സെൽവി എന്ന് പറയുന്ന പെണ്ണിന്റെ പ്രവർത്തികള്. അതിന് കാരണം മെയിനായിട്ടും ഈ സെൽവി എന്ന് പറയുന്ന പെണ്ണിന്റെ ഈ പണത്തോടുള്ള ആക്രാന്തമാണ്. അപ്പോ സെൽവിയുടെ ഭർത്താവ് സുരേഷ് ഇവളൊന്നും തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെറും കോണ്ടാക്ട് മാത്രമാക്കി നിർത്തിയിരിക്കുകയാണ്. അഫെയറിലുള്ള, അതായത് ഈ പ്രഭു എന്ന് പറയുന്ന വ്യക്തി സെൽവിയുടെ അടുത്ത് എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, എന്നെ പണം തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. കാരണം താൻ ലക്ഷക്കണക്കിന് പണമാണ് സെൽവിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ സെൽവി അതെല്ലാം തിരികെ നൽകാൻ തയ്യാറായിരുന്നില്ല. അപ്പോ സെൽവി പറയുന്ന മറുപടി എന്താണെന്നാൽ, എന്റെ കയ്യിൽ പണമൊന്നുമില്ല, പിന്നെ നീ ചോദിക്കുന്നത് എനിക്ക് തരാനും സാധിക്കില്ല എന്നാണ് സെൽവി മറുപടി പറയുന്നത്. അപ്പോ പ്രഭു ഒരു പ്ലാൻ ഇടുകയാണ്. അപ്പോ സെൽവിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പണം വാങ്ങിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പ്രഭു ഓരോന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് സെൽവിയുടെ കഴുത്തിൽ കിടക്കുന്ന 3.5 പവൻ മാലയെ കുറിച്ച് പ്രഭു ആലോചിക്കുന്നത്. എന്നത്തെയും പോലെ സെൽവിയെ കാണാൻ വേണ്ടി പോവാം, പോയിട്ട് പണം ചോദിക്കാം, പണം തന്നില്ല എന്നുണ്ടെങ്കിൽ കൊല ചെയ്തിട്ട്, ക്രൈം ചെയ്തിട്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന 3.5 പവൻ മാല പൊട്ടിച്ചിട്ടെടുത്തിട്ട് കൊണ്ടുപോയി വിൽക്കാം എന്ന് പ്രഭു പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ നവംബർ 24, അതായത് ഈ ക്രൈം നടന്ന അന്നത്തെ ഒരു ഉച്ച സമയം, ഒരു 1:30 ആ ഒരു സമയം പ്രഭു നേരെ സെൽവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോ ഗ്ലൗസും കത്തിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ പ്രഭു എന്ന് പറയുന്ന വ്യക്തി സെൽവിയുടെ വീട്ടിലേക്ക് പോകുന്നത്. തന്റെ പ്ലാന് സെൽവി അറിയരുത് എന്ന് പറഞ്ഞിട്ട് സെൽവിയുമായിട്ട് കുറച്ചു നേരത്തിന് സെക്ഷൽ അഫെയറിൽ ഇരിക്കുകയാണ് പ്രഭു ചെയ്യുന്നത്. അതിനുശേഷം പ്രഭു സെൽവിയുടെ അടുത്ത് തന്റെ കാര്യങ്ങൾ പറയുകയാണ്, പൈസ വേണമെന്ന് പറയുകയാണ്. അപ്പോ താൻ വിചാരിച്ച പോലെ തന്നെയാണ് സെൽവി മറുപടി പറഞ്ഞത്. ഏത്? എന്റെ കയ്യിലില്ല, നീ ചോദിക്കരുത് എന്നാണ് സെൽവി മറുപടി പറഞ്ഞത്. പെട്ടെന്ന് തന്റെ പ്ലാന് എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടി പ്രഭു പോവുകയാണ്. പെട്ടെന്ന് കയ്യിൽ ഗ്ലൗസുകൾ ഇട്ട് കത്തി ഉപയോഗിച്ചിട്ട് സെൽവി എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് സെൽവിയുടെ മുതുകിലേക്ക് പുറം കുത്തി കൊല്ലുകയാണ്. ലിറ്റർ കണക്കിന് ചോരയാണ് ആ ഒരു ഹാളിൽ തളം കെട്ടി നിൽക്കുന്നത് അപ്പോ തന്നെ. എന്നിട്ട് ഈ മരിച്ച ശരീരം ഒരു റൂമിലോട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ് പ്രഭു. എന്നിട്ട് സെൽവിയുടെ കഴുത്തിലുള്ള 3.5 പവന്റെ മാല പ്രഭു എടുത്ത് കൊണ്ടുപോവുകയാണ്. പണിയെല്ലാം കഴിഞ്ഞല്ലോ, സമാധാനായി എന്ന് പറഞ്ഞിട്ട് പ്രഭു എടുത്തിട്ട് പോവുകയാണ്. എന്നിട്ട് ഒരു 4 മണി സമയം പോലെ ഒരു പണ്ടം പണയം കടയിലേക്ക് ഈ ഒരു സ്വർണം കൊണ്ടുപോയി മൂപ്പര് വിൽക്കുകയാണ്. അപ്പോ CCTV ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രഭു മാസ്ക് ഇട്ടിട്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ട് പോലീസ് തന്നെ ചെയ്തെടുത്ത ഒരു തിയറിയാണിത്.
അപ്പോ അവിടെയുള്ള പണ്ടം പണയം കടയിലേക്ക് പോലീസ് പോയിട്ട് ഉറപ്പുവരുത്തുകയാണ് ഇത് ഇങ്ങനെ ആയിരിക്കുമോ നടന്നത് എന്ന് പറഞ്ഞിട്ട് ഉറപ്പുവരുത്തുകയാണ്. പക്ഷെ പോലീസുകാർ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. അവിടെയുള്ള പണ്ടം പണയം കടയിലേക്ക് മാസ്ക് ധരിച്ച പ്രഭു എന്ന് പറയുന്ന വ്യക്തി 4 മണി സമയത്ത് വന്നിട്ട് പണ്ടം വിറ്റതായിട്ട് ആ കടക്കാരൻ പറയുകയാണ്. തെളിവുകളും രസീതും കാണിച്ചു കൊടുക്കുകയാണ്, CCTV ഫുട്ടേജും കാണിച്ചു കൊടുക്കുകയാണ്. പ്രഭുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞിട്ട് പ്രഭുവിന്റെ ഫോൺ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ട്രേസ് ചെയ്തിട്ട് പോയ പോലീസിന് ഗംഭീര ഒരു ട്വിസ്റ്റാണ് പിന്നീട് നടന്നത്. അതായത് ഡിസംബർ 11-ാം തീയതി പ്രഭു മിസ്സായ അടുത്ത ദിവസം ഉത്തമപാളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടില്. അപ്പൊ അവിടെ പ്രഭുവിന്റെ ഫോൺ ലൊക്കേഷൻ കാണിക്കുകയാണ്. ആ ഒരു ലൊക്കേഷനിലേക്ക് പോയി കണ്ട പോലീസിന് പ്രഭുവിന്റെ ബൈക്ക് അവിടെ കാണാൻ സാധിച്ചു. അപ്പോ പ്രഭു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ചുറ്റും അരിച്ചു പെറുക്കുകയാണ്. അപ്പോ വായിൽ പത തള്ളിയിട്ട് ഒരു ഡെഡ് ബോഡി പോലീസുകാര് അവിടെ കാണുകയാണ്. ആ ഒരു ബോഡിയുടെ അടുത്ത് തന്നെ ഒരു വിഷത്തിന്റെ ബോട്ടിലും ഉണ്ടായിരുന്നു. ഇത് ആരായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവര് നോക്കുന്ന സമയത്താണ് അത് വേറെ ആരുമല്ല, അത് പ്രഭു തന്നെയാണ്. അപ്പൊ പ്രഭു സ്വയം വിഷം കുടിച്ച് മരിച്ചിരിക്കുകയാണ്. ഈ സെൽവി എന്ന് പറയുന്ന പെണ്ണിനെ കൊന്നതിന്റെ പേടിയിലാണോ ഈ പ്രഭു എന്ന് പറഞ്ഞ വ്യക്തി ആത്മഹത്യ ചെയ്തത് നോക്കുമ്പോ അതല്ല. സെൽവി കൂടാതെ 8 പെണ്ണുങ്ങളുമായിട്ട് സെക്ഷൽ അഫയറിൽ ഈ പ്രഭു എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അതുമാത്രമല്ല, സെൽഫിക്ക് കൊടുത്ത പോലെ തന്നെ ഈ 8 പെണ്ണുങ്ങൾക്കും ക്യാഷ് നല്ല രീതിയിൽ തന്നെ പണമിടപാടുകൾ ഈ പ്രഭു എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും പണം കൊടുത്ത് ലാസ്റ്റ് ഉണ്ടാവുകയാണ് മൂപ്പര് ചെയ്തത്. ചിലപ്പോ ഈ പ്രഭു എന്ന് പറയുന്ന വ്യക്തിക്ക് ഫിനാൻഷ്യലായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടാകും. എന്നിരുന്നാലും തന്റെ സ്വന്തം ഭാര്യയ്ക്ക്, അതായത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തന്റെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തന്റെ പെണ്ണിന്റെ പേരിൽ ഇട്ടിട്ടുണ്ട് എന്ന് പ്രഭു മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രഭു തന്നെയാണോ ഈ കൊല ചെയ്തതെന്ന് ഒന്നും കൂടി അവര് അന്വേഷിക്കുകയാണ്. പ്രഭുവിന്റെ കാൽരേഖ എടുത്തിട്ട് പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ കാൽരേഖ മാച്ച് ആവുന്നുമുണ്ട്. അപ്പോ പ്രഭു, സെൽവി പോലുള്ളവര് പെട്ടെന്ന് തന്നെ പരലോക ജീവിതത്തിലേക്ക് പോവുകയാണ്. അപ്പോ ഇവരുടെ കൂടെയുള്ള ഇവരുടെ ഭാര്യമാര്, മക്കള് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഒരു വേറൊരു കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു അഫയറിലേക്ക് പോകുന്നത് തന്നെ അവർക്ക് തെറ്റായിട്ട് തോന്നിയേക്കാം. അതായത് സ്വന്തം മക്കളെയും ഭർത്താവിനെയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും എല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് മറ്റുള്ള ഒരു പുരുഷന്റെ കൂടെ, മറ്റുള്ള ഒരു സ്ത്രീയുടെ കൂടെ പോകുന്നത് ഇവർക്ക് തടയാൻ സാധിക്കും. ഇവർക്ക് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നതാണ്. എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രൈം കേസുകളായാലും ഇങ്ങനത്തെ കേസുകളായാലും എത്രയോ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് 3/4 ഭാഗം നടക്കുന്നതും ഇതേപോലുള്ള അഫയർ, തെറ്റായിട്ടുള്ള അഫയർ മുഖേന പോയിട്ട് മരണപ്പെടുന്നത് പോലെയുള്ള കേസുകളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഇതിന്റെ കാശിന്റെ ആക്രാന്തം ഇനിയുമുള്ളവർക്ക് ഇതേപോലെ സെൽവിക്ക് നടന്നതുപോലെ നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഈ സെൽവിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, പ്രഭുവിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമന്റ് പറയാവുന്നതാണ്. ഇൻവെസ്റ്റിഗേറ്റർ അക്ബറിന്റെ പുതിയൊരു അധ്യായം വീണ്ടും തുടങ്ങുന്നത് വരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.